ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു കുഞ്ഞു ലൈക്കും കൂടി തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ ഒരു വിശേഷമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതാ രാവിലെ തന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പോൾ നല്ല മഴ കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ പെരുമഴയാണ്. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന്. അപ്പോൾ നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അടുക്കളയിലെത്തിയതാ. ഇന്നലെ രാത്രി ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ വെണ്ണീരൊക്കെ അടുപ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാരി റെഡിയാക്കണം. പിന്നെ ഇതാ ചേനയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നൊരു ചെറിയ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഇന്ന് വേഗം കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി. കടി അനീഷേട്ടൻ പുറത്തുനിന്ന് പൊറോട്ട വാങ്ങിക്കൊണ്ടുവന്ന് പിന്നെ രാത്രിയിൽ ഉണ്ടാക്കി ചെമ്മിക്കറി അത് ഞാൻ എടുത്തു വെച്ച് കുറച്ച്. അപ്പോൾ അതെല്ലാവരും കൂടി കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. അപ്പം ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ വെണ്ണീരൊക്കെ ഒന്ന് വാരിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ല ചൂടാട്ടോ. രാത്രിയിൽ കത്തിച്ച അടുപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ചൂടാണ് ഈ അടുപ്പിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ രാവിലെയും പെട്ടെന്ന് പോയിട്ട് അങ്ങോട്ട് കൈയിടാൻ പറ്റൂല, ഇങ്ങനെ കോരി എടുക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓലക്കൊടിയൊക്കെ വെച്ച് കൊടുത്ത് കടലാസൊക്കെ ഒന്ന് കത്തിച്ച് തീ പിടിപ്പിക്കുകയാണ്. ഇതിലൊന്ന് തീ പിടിച്ച് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ട്. കാരണം തീ പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ളൊരു പണിയാണ്. പിടിച്ച് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാട്ടോ. ചില സമയത്ത് ഇങ്ങനെ ലക്കിക്ക് ഒന്ന് കത്തി കിട്ടുക എന്നല്ലാതെ. അപ്പോൾ ഇന്ന് എന്തായാലും ഞായറാഴ്ച ആയിട്ടാണ് തോന്നുന്നുണ്ട്, നല്ല ലക്കിയുണ്ട്. അപ്പോൾ ഇന്ന് തീയൊന്ന് കത്തിപ്പിടിച്ച് ഇനി വേഗം ചോറിന് വെള്ളം വെക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. ഞാൻ അനീഷേട്ടനോട് പറഞ്ഞ് ആദ്യം നമുക്ക് ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന്. അപ്പം ചേട്ടൻ പറഞ്ഞ് വേണ്ട, അരി ഉണ്ടെങ്കിലും അതിലേക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വേണ്ടേ, ഇപ്പം എന്തായാലും ഒന്ന് വേണ്ട, ഈ സാധാ ചോറ് ഉണ്ടാക്കിക്കോ പറഞ്ഞ്. അപ്പോൾ ഞാൻ വേഗം ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച്. അപ്പോൾ ഈ ഒരു പണി അവിടെ നടക്കട്ടെ, ബാക്കി പണികളൊക്കെ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ച്. ചോറ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ്. അപ്പോൾ ചോറിന് ഇതാ കത്തിച്ച് നല്ല ഉഷാറായിട്ട് ഞാൻ തീ പിടിപ്പിച്ച് കൊടുത്തിട്ടോ. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള വിറകൊക്കെ വെച്ച് കൊടുക്കണം. കുറച്ച് ചേരിപ്പുളിയും കാര്യങ്ങളൊക്കെയാണ് വെച്ച് കൊടുക്കാനുള്ളത്, അതൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ അബി നായ്ക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് പൊറോട്ടയും കുറച്ച് പാഡ്സ് കറി ഉണ്ട് കേട്ടോ. നായ്ക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ് ചിക്കൻ്റെ പാഡ്സ് കറി. അപ്പോൾ അതും കൊണ്ടുവന്ന് കുഴച്ചിട്ട് ഓർക്ക് കൊടുക്കുക കേട്ടോ. ഓർക്ക് ഭയങ്കര ഇഷ്ടമായി പൊറോട്ടയും ചിക്കൻ പാഡ്സിൻ്റെ കറിയും കൂടി കുഴച്ച് കൊടുത്താൽ. അപ്പോൾ ഒരുത്തിയതാ ഡൈനിങ് ഹാളിൽ തന്നെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പോഴേക്ക് ചാക്കിൽ കുറച്ച് ചേരിപ്പുളിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അടുപ്പിലിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വിറക് എടുത്ത് വയ്ക്കാൻ പ്രത്യേക സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കത്തിക്കണതിനനുസരിച്ച് അടുക്കളയിലേക്ക് ഒരു ചാക്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ആ ചാക്കുകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അടുക്കളയ്ക്ക് ഒരു ചെറിയ അടുക്കള ആയതുകൊണ്ട് തന്നെ സൗകര്യം കുറച്ച് കുറവാട്ടോ. അപ്പോൾ ഈ സൗകര്യം ഞങ്ങൾക്ക് മതി. ഞാനും അമ്മയും മാത്രമാണല്ലോ ഇവിടെ പെരുമാറണത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ നായ്ക്കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ഇത് പാപ്പുമോൾക്ക് കൊടുത്തിട്ടോ. പാപ്പുമോൾക്ക് തീരെ നേരമില്ല ഇതിൻ്റെ സ്മെല്ല് ഇങ്ങോട്ട് അടിച്ചപ്പോൾ. അപ്പോൾ കയ്യിൽ നിന്ന് എടുത്തതാ നേരെ സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയി വെച്ച് കൊടുത്തിന്. അപ്പോൾ ആൾക്കല്ലെങ്കിൽ കൂട്ടുന്നതാണ് ഇതൊക്കെ തിന്നുക. അപ്പോൾ ഒന്ന് നേരമില്ല. അപ്പോൾ ഇത് ഇവിടെ തന്നെ തിന്നാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ തിരഞ്ഞ് തിന്നുക കേട്ടോ. ആദ്യമൊക്കെ ചിക്കൻ്റെ കഷ്ണമാണ് തിന്നുക, പിന്നെയാണ് പൊറോട്ടൻ്റെ കഷ്ണമായാലും ചപ്പാത്തി ആയാലും പുട്ടായാലും ഒക്കെ തിന്നുക. എല്ലാം കഷ്ണങ്ങൾ ആദ്യം എടുത്ത് തിന്നണം. അപ്പം ഇവർക്കും കൂടി ചായ കൊടുത്തു കഴിഞ്ഞാൽ രാവിലത്തെ ചായക്കുടിയും എല്ലാ കാര്യങ്ങളും പൂർണ്ണമാവുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടോ, ഇനി കുറച്ചും കൂടിയുള്ളൂ. ഇവൾക്ക് എന്താ പറയുക 2 പൊറോട്ടേൻ്റെ അടുത്ത് കൊടുക്കും, മറ്റേ ആൾക്കും 2 പൊറോട്ടേൻ്റെ അടുത്ത് കൊടുക്കും. അപ്പോൾ രണ്ടാളും തിന്നു കേട്ടോ. അപ്പോൾ തിന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല. അത് ഇവർക്ക് ശീലമായ കാര്യം കേട്ടോ. അപ്പോൾ പൊറോട്ട കൊടുക്കരുത് എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കൊടുക്കലുണ്ട് കേട്ടോ, ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചപ്പോൾ മീൻ മുറിച്ചെടുക്കണം. അപ്പോൾ തലേന്ന് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച മീനാട്ടോ. കുറച്ച് ചെമ്മിയുണ്ട്, കുറച്ച് ചൂട മീനും ഉണ്ട്. അപ്പോൾ അവിടെ ചെമ്മിച്ചാകര കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് ഭയങ്കര ചെമ്മിച്ചാകരയാണ്. എവിടെ നോക്കിയാലും ചെമ്മിയേ കിട്ടാനുള്ളൂ കേട്ടോ. വേറെ മീനുകൾക്കൊന്നും വലിയൊരു പ്രാധാന്യമില്ല, ചെമ്മി തന്നെയാണുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ അധികം ചെമ്മി തന്നെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്ന് എന്താ ചോറിന് കറി എന്ന് ചോദിക്കുമ്പം ചെമ്മിക്കറിയാണെന്ന് തന്നെ പറഞ്ഞ് കേട്ട് എല്ലാവരും മടുത്തുനിന്നാണ് തോന്നുന്നത്. പക്ഷേ സത്യമാണ് കേട്ടോ, ചെമ്മി തന്നെയാണ് ഇപ്പോൾ വാങ്ങൽ. ഇവിടെ പിന്നെ നായ്ക്കുട്ടികൾ മാത്രമേ ചെമ്മി കൂട്ടായികയുള്ളൂ. അവർക്ക് ചിക്കൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ചോറ് കൊടുക്കലാണ്. അപ്പോൾ ഞങ്ങൾ ചെമ്മി ഫ്രൈ ആയിട്ടും തേങ്ങ അരച്ച് മുരിങ്ങക്കായ ഇട്ട് വെച്ചിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഇന്ന് ചേനയും പച്ചക്കായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അനീഷേട്ടൻ. അപ്പോൾ ഇന്ന് കുറച്ച് കൂട്ടുകറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി പറയുന്നത് കൂട്ടുകറി ഉണ്ടാക്കണം, എന്നാൽ ഓന് ഒരാഴ്ചയ്ക്ക് അത് മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അമ്മ ഉണ്ടാക്കി തന്നാൽ മതി, ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കിയൊക്കെ തിന്നുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ആവശ്യത്തിനുള്ള ചൂടാക്കി തിന്നുകൊണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. ഓന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ അതിന് വേണ്ടിയിട്ടുള്ള ചേന നന്നാക്കി തരികയാണ്. പിന്നെ കത്തി ഒന്ന് മൂർച്ചം കൂട്ടിയിട്ട് വേണം ഞാൻ അടുത്ത കത്തി എടുക്കാനായിട്ട്. കത്തിക്കൊന്നും തീരെ മൂർച്ചയില്ല. രാവിലെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഉച്ചയ്ക്കല്ലേ വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ തിരക്കും കാര്യങ്ങളും ഓരോന്നായിട്ട് അങ്ങനെ അങ്ങോട്ട് പോവലാണ്. അപ്പോൾ ഈ ഞായറാഴ്ച
ഞായറാഴ്ച ദിവസമാണ് ഇതിനൊക്കെ ഉള്ള സമയം കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ആ കത്തി ഒന്ന് മൂർച്ചയാക്കിയിട്ട് വേണം ആ പച്ചക്കായൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇന്ന് കൂട്ടുകറി ഉണ്ടാക്കണം, കുറച്ച് പുളിയും കറി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുകയാണ്. മക്കൾക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സ്കൂളിലേക്ക് ചോറിന് കൊണ്ടുപോകാനൊന്നും വലിയ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഏതായാലും അത് ഉണ്ടാക്കി വെക്കാമെന്ന്, ഞായറാഴ്ചയും കൂടിയല്ലേ. അപ്പോൾ ഉള്ള സമയം കൊണ്ട് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ടാണ് എണീച്ചത്. അതുകൊണ്ട് തന്നെ പണി കഴിയാൻ കുറച്ച് താമസം ഉണ്ടായി. അപ്പോൾ ഇന്ന് എല്ലാം കൂടി ഒരു വല്ലാത്തൊരു ദിവസമായി. ഞായറാഴ്ച ആയാലും ഞാൻ നേരത്തെ എണീക്കലുണ്ടായിനി, പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് നേരം വൈകി എണീക്കുക എന്നുള്ള രീതിക്ക് കിടന്നുറങ്ങിയപ്പോൾ ആകെ താളം തെറ്റിട്ടോ പണികളൊക്കെ. അപ്പോൾ ഞാനും അമ്മയും കൂടി ഭയങ്കരമായിട്ടുള്ള പണിയിലാണ്. അമ്മ കുറച്ച് മീനൊക്കെ ഇങ്ങനെ പൊളിച്ച് തരുന്നുണ്ട്, ചെമ്മിയൊക്കെ പൊളിച്ച് തരുന്നുണ്ട്. ഞാൻ ഈ പച്ചക്കായൊക്കെ വേറെ കൊണ്ടുവന്ന് അനീഷേട്ടാ അതും കൂടി ഒന്ന് മുറിക്കട്ടെ വിചാരിക്കുകയാണ്. അപ്പം ആദ്യമുള്ള പച്ചക്കായ കൊണ്ട് ഉണ്ടാക്കിയാൽ കൂട്ടുകറി തികയൂല, ഈ കുറച്ചും കൂടി ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞപ്പോൾ സാധനം കൊണ്ടുപോയി തന്ന്. അപ്പോൾ ഞാൻ അതൊക്കെ മുറിച്ചൊന്ന് ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കില്ല, കാരണം കഴിഞ്ഞ ഞായറാഴ്ച ഇതുണ്ടാക്കിയ സ്പെഷ്യൽ സദ്യ വിഭവങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചതല്ലേ. അതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്ന ഐറ്റംസ് ഒന്നും ഞാൻ കാണിക്കില്ല കേട്ടോ. ഒന്ന് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അതിന് എല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചേന കയ്യുമ്പോൾ പിടിച്ചപ്പോഴേ ചൊറിച്ചിലാണ്. അപ്പോഴേക്ക് നമ്മളെ നന്ദുമോള് ട്യൂഷനൊക്കെ വിട്ട് വന്നതാ ചായ കുടിക്കാണ്. കൂട്ടുകാരികളെ മെസ്സേജൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. അമ്മ എന്തിനാ അമ്മ വീഡിയോ എടുക്കണമെന്നൊക്കെ ചോദിക്കണം. ഞാൻ പറഞ്ഞു വേഗം എണീക്ക്, എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് തുടയ്ക്കണം എന്ന് പറയാം കേട്ടോ. അങ്ങനെ ആൾ വേഗം ചായയൊക്കെ കുടിച്ച് എണീച്ച് ഞാൻ വേഗം ഒന്ന് തുടയ്ക്കാനൊക്കെ നിന്ന് കേട്ടോ. ഞായറാഴ്ച ദിവസം ഇതാണ് പറയണത്, പണി ഒഴിഞ്ഞ നേരമില്ല എന്ന് പറഞ്ഞില്ല, അതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. പക്ഷെ നന്ദുമോള് വന്നാൽ പിന്നെ ഓളും സഹായിച്ചു തരും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്, ഓൾ എന്തെങ്കിലും പണികളൊക്കെ എടുത്ത് സഹായിച്ചു തരും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ ചെയ്യാനായിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് തുടച്ച് കഴിയാനായി, ഈ സിറ്റ് ഔട്ടും കൂടി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതും കൂടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. പിന്നെ എന്താ പറയുക, ഇപ്പം മഴയായ കാരണം പൂച്ചയായാലും ഒക്കെ ഇപ്പം മഴ പെയ്താൽ സിറ്റ് ഔട്ടിൽ കയറി നിൽക്കണോണ്ട് ഭയങ്കര കാലടയാളങ്ങളൊക്കെയാണ്. അപ്പോൾ ആരെയിലൊക്കെ ഒന്ന് വന്ന് കയറുമ്പോഴായിരിക്കും ഇത് കാണുക. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം വൃത്തിയാക്കിയിട്ട്, പിന്നെ ഇതാ പുളി, കടലപ്പരിപ്പ്, കടല, ശർക്കര ഒക്കെ കൊണ്ടുവന്ന് തന്നിന്, അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം ഇനി. അപ്പോൾ ഞാൻ കടല ഇട്ട് കൊടുക്കില്ല, കടലപ്പരിപ്പാട്ട് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെ സാധനം ഇവിടെ റെഡി ആയിന് കേട്ടോ. ഞാൻ ഉണ്ടാക്കണതൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ഇതൊന്ന് വറ്റിയാൽ നല്ലോണം ഒന്ന് കട്ടിയായി വരും കേട്ടോ. ഇപ്പോൾ ലേശം ഗ്രേവിയോട് കൂടിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ സാധനം ചോറിന് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഇതുണ്ടാക്കി, ഈ ഞായറാഴ്ച ഇതുണ്ടാക്കി. അപ്പം സംഭവം ഇത് സെറ്റായി. ഇനി പുളിയും കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിന് വേണ്ട സംഭവങ്ങളൊക്കെ സെറ്റാക്കിന്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ കറി ഇവിടെ റെഡിയായി, പുളിങ്കറി ഇവിടെ റെഡിയായി. കറി മീൻ കറിയാണ്, അത് തേങ്ങ അരച്ച് വെച്ച് പുളിങ്കറി ഉണ്ടായി. നായക്കുട്ടികൾക്ക് കുറച്ച് കറി മാറ്റി വെച്ച് അങ്ങനെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞപ്പം കുളിക്കാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കാം കേട്ടോ. നല്ല മഴയല്ലേ, തണുപ്പുമല്ലേ, അതുമല്ല എനിക്ക് ചൂടുവെള്ളം വേണം കേട്ടോ. നിർബന്ധമാണ് കുളിക്കാൻ, എനിക്ക് ചൂടുവെള്ളം നിർബന്ധമാണ്. അപ്പം ചൂടുവെള്ളം ഉണ്ടാക്കുകയാണ്. ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരൊറ്റ പോക്കുണ്ട്, കാരണം നന്ദമോൾ കുറേ ദിവസമായിട്ട് പറയാം ബീച്ചിൽ പോകണം, ബീച്ചിൽ പോകണം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വലിയ മഴയൊന്നുമില്ല, ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം, വലിയ മഴയോ വെയിലോ ഒന്നുമില്ല. ഒരു എന്താ പറയുക, ഒരു മിനിമം തോതിലുള്ള ചൂട് അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബീച്ചിൽ പോകട്ടെ. ഞങ്ങളെ നാട്ടിൽ തന്നെ ചാലിയം ബീച്ചിലാണ് പോണത്. അപ്പം ഞാൻ എന്നും ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ടാട്ടോ പണിക്ക് പോണത്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ എൻ്റെ പണിസ്ഥലമായി ഞാൻ പോണ വീട്ടിൽ. അപ്പോൾ അവിടുന്ന് ആ റെയിൽവേ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ ബീച്ചിലെത്തിട്ടോ. ചാലിയം ബീച്ചാണ് ഇട്ടത്. അപ്പോൾ ഇവിടെ ഒരുപാട് പുരോഗമനമൊക്കെ വന്നിട്ടുണ്ട്. എന്താ കടലിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ. പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇതാ അവിടെ ഫുള്ള് ലൈറ്റിൻ്റെ സംവിധാനങ്ങളൊക്കെ വരികയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഒരുപാട് എന്തൊക്കെയോ കെട്ടി ഉണ്ടാക്കിയിട്ട് അതാ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് ആ ഒരു വഴിക്ക് പോവില്ല, കാരണം അവിടെ ഭയങ്കര തിരക്കാട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോവില്ല. ഇവിടെയൊക്കെ നിന്ന് നന്ദമോൾക്ക് ഒരു മാങ്ങ ഉപ്പിലിട്ടതൊക്കെ വേണമെന്ന് പറഞ്ഞ് അതൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ്. പിന്നെ ഇത് വല്ലാതെ അങ്ങനെ തിന്നാനും പറ്റൂല, ഇപ്പം മഞ്ഞപ്പിത്തൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഓരോന്ന് വാങ്ങി തരാമെന്നൊക്കെ പറയട്ടെ. അല്ലെങ്കിൽ ഒന്നൊന്നല്ല ഞങ്ങൾ തിന്നൽ, ഞങ്ങൾ പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെയാണ് തിന്നൽ. അപ്പോൾ ഇന്ന് മാങ്ങ മതി പറഞ്ഞിട്ട് വാങ്ങിയതാട്ടോ. നല്ല പുളിയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോന്ന് വാങ്ങി തരാം എന്ന് പറഞ്ഞ് വാങ്ങി ഇതാ തിന്നാണ്. പിന്നെ ഐശ്വര്യത്തിയും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ലാന്ന് തോന്നുന്നുണ്ട്, തണുപ്പായതുകൊണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി, കുറച്ച് കടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും വാങ്ങണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടാണ് പോയത്. കടൽ കണ്ടാൽ മാത്രം മതിയെന്നും പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ, നന്ദമോളെയും കൂട്ടിയിട്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴല്ലേ ഇതൊക്കെ വേണമെന്ന് പറയുന്നത്. അപ്പം ചേട്ടാ എപ്പോഴും പറയും ഇവിടെ നിന്നൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയാലും അവിടെ എത്തിയ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് രണ്ടാൾക്കും വേണമെന്ന്. അങ്ങനെ ഞങ്ങളിതാ വന്നതാട്ടോ. പിന്നെ മോനെ കൂട്ടാത്തത് എന്താണെന്ന് വെച്ചാൽ
ഞങ്ങൾ വണ്ടിക്ക് വരുന്നതുകൊണ്ട് തന്നെ 3 ആൾക്ക് എന്തായാലും മാക്സിമം അതുമുതൽ വരാൻ പറ്റുള്ളൂ. പിന്നെ മോൻ്റെ കൂട്ടുകാരെ കൂടെയൊക്കെ ബീച്ചിലും സിനിമയ്ക്കും ഒക്കെ പോകണതാട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്നിടത്തേക്ക് അങ്ങനെ അങ്ങോട്ട് വരാറൊന്നുമില്ല. അപ്പോൾ അത് ഏകദേശം കടപ്പുറത്തേക്കൊക്കെ ആൾക്കാർ എത്തി തുടങ്ങിയൊരു സമയം കേട്ടോ. ഒരു 5:30 5:45 ആയിന് സംഭവം. അപ്പോൾ ആ സമയത്ത് ജനത്തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ജനത്തിരക്കാട്ടത്. കടലാണെങ്കിൽ ഉഗ്രൻ ശോഭത്തിലുമാണ്, ഭയങ്കര തിരമാലകളാണ്. ഞങ്ങൾ ആദ്യമൊക്കെ വന്ന സമയത്ത് കടലിൻ്റെ സൈഡിൽ കൂടി നടന്ന ആ ഭാഗമൊക്കെ കടലെടുത്തുന്നു കേട്ടോ. ആ സ്ഥലമൊന്നും ഇപ്പോൾ അവിടെ കാണാനേ ഇല്ല. അതൊക്കെ കടൽ കയറി വന്ന് എടുത്ത് പോയിന്. അപ്പം ഉപ്പിലിട്ട് അവിടേക്ക് ആൾ ഒഴിഞ്ഞപ്പോൾ ഞാനതൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ നന്ദുമോൾ പോയിട്ട് വേഗം കുറച്ച് അച്ചാറാക്കട്ടെ മാങ്ങേമ്മലെന്നും പറഞ്ഞ് പോയതാട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കേനിട്ടോ. കുറച്ച് നേരത്തെ കണ്ടപ്പം ആ തിരക്കിൻ്റെ ഇടയിൽ പോയിട്ടാണ് വാങ്ങിയതൊക്കെ. ഇപ്പോൾ ഒരു തിരക്കുമില്ല. അപ്പോൾ ആൾക്കാരൊക്കെ വാങ്ങി ഓരോ ഭാഗങ്ങളിലേക്ക് അങ്ങനെ പോയതാട്ടോ. അപ്പോൾ ഇത് അപ്പുറത്തെ സൈഡിൽ പുഴയും ഇപ്പുറത്തെ സൈഡിൽ കടലും എന്ന് പറഞ്ഞ പോലെ കേട്ടോ. അഴിമുഖം. അപ്പോൾ ഇവിടെ ജങ്കാർ സർവീസും ഹാർബറും ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങളെ ചാലിയം ബീച്ച് എന്ന് പറഞ്ഞാൽ അടിപൊളി. എന്താ പറയുക, ഇവിടെ വന്നിരിക്കുക നിൽക്കുക എന്നൊക്കെ പറയണേ ഭയങ്കര രസമുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ ഹാർബറിൽ ചെമ്മീൻ ജാഗറുണ്ട്. ഒരുപാട് ആൾക്കാർ ചെമ്മി വാങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെമ്മി വാങ്ങിയിട്ടില്ല, വേണ്ടാന്ന് വെച്ചതാട്ടോ. അധികം ചെമ്മി കഴിച്ചാൽ യൂറിക് ആസിഡൊക്കെ കൂടും. അതുകൊണ്ട് തന്നെ ചെമ്മി വേണ്ടാന്ന് വെച്ച് വാങ്ങണ്ടാന്ന് തന്നെ പറഞ്ഞു ഞാൻ ഈ ചേട്ടനോട്. അപ്പോൾ ഇന്ന് വാങ്ങണ്ടല്ലേ എന്നും പറഞ്ഞ് ഞങ്ങൾ പോകാനൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പൊക്കെ ആയി. അപ്പം ഇവിടുന്ന് ഒരു കുറച്ച് ഒരു കുഞ്ഞ് ലൈവൊക്കെ ഇടണം എന്നൊക്കെ താല്പര്യം ഉണ്ടായിട്ടോ. ഈ നാട് കാണാത്തവർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ ഉള്ള ഒരു രീതിക്കാണ് അങ്ങനെ മാങ്ങ ഉപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ തിന്ന് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഒരു ഐസ്ക്രീം തിന്നാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ ഇവിടെ വന്നാൽ. കാരണം അനീഷേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഐസ്ക്രീം കച്ചവടം ഉണ്ട് ഇവിടെ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ എവിടെ ആയാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കച്ചവടമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തരും ഓരോ ഐസ്ക്രീം വാങ്ങാമെന്ന് വിചാരിക്കണം. അപ്പോൾ കടലിൻ്റെ അവിടത്തുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ കാണിച്ചു തരുന്നത്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ വെള്ളത്തിന്. ആ വെള്ളത്തിലാണ് ഇത്രയും ആൾക്കാർ കളിക്കുന്നത് കേട്ടോ. സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട, വൃത്തികെട്ട സ്മെല്ലുണ്ട് വെള്ളത്തിനൊക്കെ. കറുത്ത കളറ് വെള്ളമാണ്. അത്രയും ശക്തിയായി മഴ പെയ്തല്ലോ കുറച്ച് ദിവസം. അതിൻ്റേതായ കടൽ നല്ല ക്ഷോഭത്തിലുമാണ്. കുട്ടികളൊക്കെ ആൾക്കാർ ഇറക്കി അങ്ങനെ കളിക്കുക കേട്ടോ. അതൊക്കെ കണ്ടിട്ട് എന്നെ പേടിയാക്കും. നോക്കി നിൽക്കണം നമുക്ക് പേടിയാട്ടോ അത് കണ്ടിട്ട്. അങ്ങനെ നന്ദമോൾ പറഞ്ഞു ഒന്ന് കല്ലുമ്മലേക്കൊക്കെ ഒന്ന് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടോ. അപ്പം കല്ലുമ്മലേക്കൊക്കെ ഇറങ്ങി നിന്നതാണ്. ആൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നാൽ അവൾക്കൊരു ഫോട്ടോ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ ഇറങ്ങി നിന്ന്. അപ്പം ഞാൻ പറയാം അങ്ങോട്ട് പോകരുതെന്നൊക്കെ പറയാം കേട്ടോ. വീണ് കഴിഞ്ഞാൽ പിന്നെ തിര കൊണ്ടുപോകും. അത് അത്രയും ശക്തിയിലാണ് തിര വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആളവിടെ പിടിച്ച് നിർത്തിയതാട്ടോ ഞങ്ങൾ. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു കുഞ്ഞ് ഫോട്ടോ എടുക്കണം. അങ്ങനെയൊക്കെ അവൾക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് ഭയങ്കര സന്തോഷം കേട്ടോ. ഞങ്ങൾ അങ്ങനെ എവിടെയും അങ്ങനെ പോകലൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ചാലിയം ബീച്ചിലൊന്ന് വരും. ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 1/4 മണിക്കൂർ ദൂരമേ കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ഒന്ന് വരും. പിന്നെ കോഴിക്കോട് ബീച്ചിലൊന്ന് പോകും എപ്പോഴെങ്കിലുമൊക്കെ. എന്നൊന്നും ഞങ്ങൾക്ക് അതിനുള്ള സമയമൊന്നും കിട്ടാറുമില്ല. അപ്പോൾ ഇതാ പുതിയ ലൈറ്റും കാര്യങ്ങളും പരിപാടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി എന്നാൽ ഓപ്പൺ ആവാമെന്നൊന്നും അറിയില്ല. പിന്നെ അപ്പുറത്തെ സൈഡിൽ പുളിമൂട്ടിൽ ബീച്ചാണ് കേട്ടോ കാണുന്നത്. കടലിൻ്റെ നടുവിലേക്ക് പാത പോലെ കണ്ടോ, അത് കൂടിയൊക്കെ നടക്കാട്ടോ. അതേപോലെ ഇവിടെയുണ്ട്, ഞങ്ങൾ നിൽക്കണോടത്തുണ്ട്. കടലിൻ്റെ കുറച്ച് ദൂരം വരെ ഈ നടപ്പാതയുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നടക്കാം കേട്ടോ. ഒരു അറ്റം വരെ നടക്കാം. അതൊരു ദിവസം നടന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കുറേ അങ്ങോട്ട് പോകണത്. അപ്പോൾ നടക്കുമ്പം കുറേ ദൂരമുള്ള പോലെയാണ്. ഇങ്ങോട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത്. ഇപ്പം പ്രത്യേകിച്ചും കടൽ നല്ല ക്ഷോഭിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ നടക്കുന്നത് അത്ര സേഫല്ല. 2 ഭാഗത്തുനിന്നും കൂടി തിരമാല അടിച്ച് കയറി വന്ന് നമ്മൾ വേഗം വെള്ളത്തിൽ പെടും. അതുകൊണ്ട് അങ്ങനെ അധികം അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ. ആ പോക്ക് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയതുമില്ല. അതുകൊണ്ട് പോവണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളിവിടെ കടൽ തുടങ്ങണ ആ ഒരു ഭാഗം വെച്ച് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും അനീഷേട്ടനും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളെ നന്ദുമോൾ അതൊക്കെ വീഡിയോ എടുക്കാൻ തോന്നുന്നുണ്ട്. ഞാനിപ്പോഴാണ് അതൊക്കെ കണ്ടിട്ടുള്ളത്. ഞാൻ കടൽ ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോണൊക്കെ വാങ്ങിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ കടലിൻ്റെ കാഴ്ചയൊക്കെ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന് തോന്നി. നന്ദുമോൾക്ക് നല്ല തൊണ്ടവേനയും ജലദോഷമൊക്കെയാണ്. എന്നാലും ഐസ്ക്രീം വേണം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐസ്ക്രീം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങി വന്ന് ആളത് കഴിയാനായി തുടങ്ങി കേട്ടോ. അപ്പോൾ അതൊക്കെ തിന്ന് കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക് വിടണം. കാരണം സമയം 7 മണിയാവാനായി. നേരെ വൈകിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നാലും വേഗം വീട്ടിലേക്ക് പോകണം. വീട്ടിലെത്തുക എന്ന് പറഞ്ഞാൽ എത്തിക്കഴിഞ്ഞ് വൈകുന്നേരവും രാത്രിയൊക്കെ നമുക്ക് ലൈവ് ഇടാനുള്ള സമയമാകുമ്പോഴേക്കും എത്തണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനീഷേട്ടനെ തിരക്കൂട്ടിയോണ്ട് കേട്ടോ.
അപ്പോൾ രാത്രി ആയപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതും ഉണ്ട്, കുറേ ആൾക്കാർ അങ്ങോട്ട് പോണതും ഉണ്ട്. അപ്പോൾ രാത്രിയിൽ നമ്മൾ ഫോണിലെടുത്തപ്പോൾ അതാ നല്ല നീല കളറായിട്ടാണ് ആകാശവും കാര്യങ്ങളൊക്കെ കാണുന്നത്. നല്ല മഴക്കാറുണ്ട് കേട്ടോ, മഴക്കാറുകൊണ്ട് ഇരുട്ടായി തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെ ഇരുട്ട് ഈ സമയത്ത് 7 മണിക്കൊന്നും ഇങ്ങനെ ഇരുട്ടാവലൊന്നുമില്ല, പക്ഷെ നല്ല മഴക്കാറ് കാരണമാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ നന്ദമോൾക്ക് ഒരു ചോക്കോബാറും കൂടി വേണം പറഞ്ഞപ്പോഴേ ചോക്കോബാറും കൂടി വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. എന്തായാലും പറഞ്ഞതല്ലേ വാങ്ങിക്കൊടുക്കാമെന്നും പറഞ്ഞിട്ട് വാങ്ങി കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അച്ഛൻ്റെ വണ്ടിയിൽ കയറിയിരിക്കാത്ത ആൾ. അപ്പോൾ ചോക്കോബാറൊക്കെ പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഓൾക്ക് ബീച്ചിൽ പോകാമെന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ മക്കളെ ആഗ്രഹങ്ങൾ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോഴല്ലേ സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും അതൊക്കെ വാങ്ങിക്കൊടുത്ത് തിന്നാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇനി എന്നാ തൊണ്ടവേദന പോയത് ഇങ്ങോട്ട് തന്നെ വരിക ഒന്നും അറിയില്ല. എന്നാലും അച്ഛനും മോള് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോയ സ്ഥിതിക്ക് ഇന്ന് അണക്കും ഒരു ഐസ്ക്രീമും കൂടി എന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീമും കൂടി വാങ്ങി തന്നാ കേട്ടോ. അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ബായ്.